ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ജ്വല്ലറി ഓർഗനൈസിങ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. കുറേ നാളായി ഞാനതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ ഇന്ന് വിചാരിച്ചു അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ ഒരു പിക്ചർ വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പിക്ചറാണ്. ഇതിപ്പോൾ ഇവിടെ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈയിടെയായിട്ട് ഫുള്ള് റെയിനി ഡേയ്സാണ്, ഒരു മൂടിയ ക്ലൈമറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനായിട്ടുള്ളൊരു മൂഡും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ 2 ക്യാൻഡിൽസ് വന്നിട്ട് ഞാൻ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് സെൻറ്റഡ് ക്യാൻഡിൽസാണ്. ഇത് കത്തിക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ പിങ്ക് കളറിലാണ് എടുത്തിട്ടുള്ളത്. ക്യാൻഡിൽ കത്തിച്ച് കഴിയുമ്പോൾ തന്നെ ടേബിളിൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറും. എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഓർഗനൈസർ വന്നിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഡ്രോയിൽ തന്നെ ഞാൻ കുറച്ച് പൊട്ടും പിന്നെ കുറച്ച് റിങ്സ്, അതുപോലെ തന്നെ കുറച്ച് സ്റ്റഡൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബോക്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ മിക്സ് ആക്കിയാണ് ഞാനതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ പൊടികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്കിതിനകത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കുട്ടി ബോക്സിനകത്ത് ഞാൻ സ്റ്റഡായിട്ടുള്ള കുറച്ച് കമ്മൽ, അതുപോലെ അത് വൈറ്റ് സ്റ്റഡും പിന്നെ ബ്ലാക്ക് സ്റ്റഡും ഉണ്ടായിരുന്നു. പിന്നെ ആ അലങ്കോലമായി കിടന്ന റിങ്സൊക്കെ ഞാനത് എടുത്ത് വെച്ചു. പിന്നെ ഇത് പുതുതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന പൊട്ടായിരുന്നു, അപ്പോൾ അതും പൊട്ടിച്ചതിനകത്ത് വെച്ചു. പിന്നെ സെക്കൻഡ് ഡ്രോയിൽ വന്നിട്ട് ഇയറിങ്സ് ആയിരുന്നു. എൻ്റെ കയ്യിൽ ഒരുപാട് ഇയറിങ്സ് കളക്ഷൻസ് ഒന്നുമില്ല. അത്യാവശ്യത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസിന് ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇയറിങ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഗോൾഡ് ഇയറിങ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതൊന്നും അധികം യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും ഫങ്ഷൻസോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഈ ജിമുക്ക പോലത്തെ ഇതുണ്ടല്ലോ, അതിനൊന്നും കൊളുത്തും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഇയറിങ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അഴിച്ചുപണികളൊക്കെ നടത്താറുണ്ട്. അപ്പം നെക്സ്റ്റ് ഡ്രോയിൽ വന്നിട്ട് നമ്മുടെ മാല കളക്ഷൻസാണ്. അതിലും പ്രത്യേകിച്ച് ഒരുപാട് മാലയൊന്നുമില്ല. തൽക്കാലം നമുക്ക് എന്തെങ്കിലും ഫങ്ഷന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ഡ്രോയിൽ വന്നിട്ട് നമ്മുടെ ബാംഗിൾസൊക്കെയാണ്. ഇതിൽ 4 സെറ്റ് ഓഫ് ബാംഗിൾസ് ആണുള്ളത്. ഒന്ന് ബ്ലാക്ക്, പിന്നെ ഇതുപോലെ വന്നിട്ടൊരു പിങ്ക് കളറ്, പിന്നെ അല്ലാതെ സിൽവർ കളറും. അങ്ങനെ നമ്മളെല്ലാം ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ളൊരു ലുക്ക് വരുന്നത്. അപ്പം അത്രയേ ഉള്ളൂ.